കൊല്ലം മുഖത്തല നടുവിലക്കരയിൽ മധ്യവയസ്കൻ തീപ്പൊള്ളലേറ്റ് മരിച്ചു. കാവനാട് കന്നിമേൽശ്ശേരി സ്വദേശി ദയാനിധിയാണ് മരിച്ചത്. പുരയിടത്തിൽ തീയിട്ടപ്പോൾ ആളിപ്പടരുകയായിരുന്നു. അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. കണ്ട് പിന്നെ ബക്കറ്റ് എടുത്തുകൊണ്ട് വെള്ളം ഒരു ഫുള്ളും അണച്ചു. അപ്പത്തേക്കാ ഫയർഫോഴ്സ് എത്തിയത്. പിന്നെ ഞങ്ങള് അണച്ചണച്ചു വന്നപ്പോണ്ട് ഒരു ആള് കടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് കൂവി വിളിച്ച് ആൾക്കാർ കൂടി. അപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ എല്ലാവരും കൂടെ വന്ന് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് തീ അണച്ചു. ഞങ്ങൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അലറി. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ ഗ്യാസ് ഒക്കെ വെളിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അങ്ങോട്ടും തീ പിടിച്ചാലും ആ വീട്ടിലും വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ അലറി. അവരുടെ വീടെന്ന് വെച്ചാൽ ഓണറുടെ വീടാ, വാടകയ്ക്ക് കൊടുക്കുക. തീയൊന്നും ഇവിടെ നമ്മള് അങ്ങനെ മരുന്ന് പോകുന്ന കണ്ടിട്ടുള്ളു. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എങ്ങനെയായിരുന്നു സംഭവം? ധന്യ, കൊല്ലം മുഖത്തല അൻസാരി മുക്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടെയാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഈ തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്ന ദയാനദിയുടെ ഉടമസ്ഥതയിലുള്ള വീടിന് സമീപത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. ഇയാൾക്ക് ഈ വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു ഈ വീട്. അവിടെ വൃത്തിയാക്കുന്നതിന് മറ്റുമായി വന്ന് ആ സമീപത്തെ സ്ഥലങ്ങളെല്ലാം തൂത്ത് കരിയില തീടുന്ന സമയത്ത് അത് കത്തിപ്പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കത്തിപ്പിടിച്ചതിനെ തുടർന്ന് നാട്ടുകാർ, അതായത് സമീപവാസികളുള്ള ആളുകൾ അവിടേക്ക് ഓടിയെത്തുകയും ബക്കറ്റിൽ മറ്റുമാണ് ആദ്യം വെള്ളം ശേഖരിച്ച് അത് അണയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് കഴിയാതെ വന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെ ഫയർഫോഴ്സ് എത്തുകയും ചെയ്തു. അതായത് ഈ തീ കരിയിലയിൽ പിടിച്ച തീ ആളിക്കത്തുന്നത് കണ്ടുകൊണ്ട് ഇയാൾ തന്നെ ഫയർഫോഴ്സിന് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് ഇതിൽ ഇയാൾ അകപ്പെട്ട് പോയത് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. തീ അണച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് ഇയാൾ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് ഇൻക്വസ്റ്റിന് ശേഷമാണ് കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റാനായത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണമൊക്കെ നടക്കുന്നത്. ഇയാൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും ഒരു വിവരം ബന്ധുക്കളിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശരി ലിജോ.